ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റൂം ടൂറാണ് കേട്ടോ. റൂം ടൂർ എന്ന് പറയുമ്പോൾ എൻ്റെ റൂം എങ്ങനെയാണ്, എൻ്റെ കബോർഡ് എങ്ങനെയാണ് ഞാൻ ഒതുക്കിയിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഇപ്പോൾ എൻ്റെ കബോർഡിൽ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ കാണിക്കാൻ മാത്രമുള്ള ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒന്നും വീട്ടിലില്ലാത്ത പോലത്തെ പല കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നമ്മളും സാധാരണ ഒരു കുടുംബത്തിലെ സാധാരണ ഒരു റൂം തന്നെയാണ് കേട്ടോ അത്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഞാനതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ അത് ഇങ്ങനെ വെച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നുവാണെങ്കിലും, അല്ലെങ്കിൽ റൂമൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് മേക്ക് ഓവർ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒന്ന് ഭംഗിയാക്കണം എന്നൊരു തോട്ട് ആർക്കെങ്കിലും തോന്നിയാലും, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോയാലോ? റൂമിലേക്ക് പോവാം. നമുക്ക് ഈ അപ്പാർട്ട്മെന്റിന് മൊത്തത്തിൽ 3 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ എനിക്കും 2 റൂം, മോൾക്ക് റൂം, മോൻ്റെ റൂമും ഗസ്റ്റ് റൂമും കൂടിയാണ്. കാരണം അവൻ കൂടുതൽ സമയം ഇവിടെ തന്നെയാണ്, എൻ്റെ കൂടെ തന്നെയാണ് ഉറങ്ങും ഒക്കെ ചെയ്യുക. അവൻ്റെതായ തിങ്സുകൾ മാത്രം ആ റൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ റൂമിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഈ റൂം കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അന്ന് ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഇത് അറേഞ്ച് ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് റൂമായിട്ട് കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. വാഷ്റൂമൊക്കെ നമ്മൾ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇപ്പോൾ അതിന് മാത്രം വലിയ വ്യത്യാസങ്ങളൊന്നും അതിന് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് റൂം കാണാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടേബിൾ. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ കണക്ക് എഴുതാനിരിക്കുന്നതും ഡയറി ഒക്കെ. അപ്പോൾ അതിൽ ഡയറിയും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെതായ തിങ്സുകൾ ആവശ്യമുള്ളത്, ഇപ്പോൾ നമ്മുടെ ക്യാമറ വീഡിയോൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന മൈക്കുകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലാണ്. പിന്നെ ഇവിടെ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട്. ലാപ്ടോപ്പ് മാത്രം ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഈ ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല പൊടി ആണ്. അപ്പം ഇതിൻ്റെ മേലെ നമ്മൾ വേറെ ഷീറ്റൊന്നും ഇടാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി കണ്ടു കഴിയുമ്പോൾ നമ്മൾ നന്നായി തുടച്ച് വൃത്തിയാക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ വേറെ ഷീറ്റൊന്നും ഇടാത്തത്. പിന്നെ ഇവിടെ നമ്മളൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ സ്റ്റീമും കാര്യങ്ങളൊക്കെ നമുക്ക് എന്നും മിക്കപ്പോഴും ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇതിൽ പൊടിയൊക്കെ വീണ് കഴിയുമ്പോഴേ ഈ എന്താ പറയുക, നമ്മൾ ഫർണിച്ചർ നമുക്ക് തുടയ്ക്കുന്ന പോലെ നമുക്ക് നമ്മളുടെ ഫ്ലോറിൻ്റെ ഇതിൽ തുടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാവും നമുക്ക് കഴുകാം, എടുത്ത് വാഷ് ചെയ്യാം. പിന്നെ ഇത് 2 എണ്ണമാണ്. ഇത് മെയിനായിട്ട് ഇത് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോട്ട് വെച്ചിരിക്കുന്നത്. ഇതിലിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. നമ്മൾ ആദ്യം മണി പ്ലാന്റ് വെച്ചിരുന്നു, പക്ഷെ ഇവിടുന്ന് ഭയങ്കര വെയിലാണ്. അപ്പോൾ മണി പ്ലാന്റിനൊന്നും അത് താങ്ങാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് മണി പ്ലാന്റ് നമ്മളെടുത്ത് മാറ്റി ഇപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകൾ. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നിങ്ങൾ മിക്കപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണുന്ന മലകളും കുന്നുകളും വീഡിയോ പതിവായിട്ട് കാണുന്നവരൊക്കെ കണ്ടിട്ടായിരിക്കും. അതൊക്കെ ആ വ്യൂ ഒക്കെ ഇവിടെ നിന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇരുന്നാലും നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പ്രത്യേകത, ഏത് ജനലിൽ കൂടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇതൊരു ലൈറ്റ് നമ്മുടെ ഐക്യെന്ന് പഠിച്ചിട്ടുള്ള ലൈറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് ഓണാക്കാം. ഇനിയിപ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇത് കോട്ട്. ഈ കോട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ ആണെങ്കിലും അകത്താണെങ്കിലും സ്റ്റോറേജ് സ്പേസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഹെവിയാണ്. ഇതിനകത്തൊക്കെ ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും അടിച്ചു വാരുന്ന സമയത്ത് നീക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്നാലും അധികം മുട്ടിച്ചിടാതെ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. പറ്റാവുന്ന അത്ര ചൂല് വെച്ചൊക്കെ നമ്മൾ ക്ലീൻ ആക്കും. പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ ഈ വശം ടക്ക് ചെയ്തിടും, ആ വശം ടക്ക് ചെയ്തിടില്ല. അപ്പോൾ എപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ ഇട്ട് കുടഞ്ഞിട്ടാണ് അത് അങ്ങോട്ട് വിരിക്കും. മൊത്തത്തിൽ എന്നും എടുക്കുക വിരിക്കുക എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ പിന്നെ നമ്മൾ കിടന്നെഴുന്നേൽക്കുമ്പോഴും വല്ലാതെ ബെഡ്ഷീറ്റ് പുറത്തൊന്നും പോയിട്ടുണ്ടാവില്ല. എന്നും നമുക്കെടുത്ത് കുടഞ്ഞ് ഇത് അങ്ങനെ തന്നെ വിരിക്കും ചെയ്യാം. അപ്പം അങ്ങനെ. പിന്നെ ബെഡിൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനൊരു കാര്യം വെച്ചിട്ടുണ്ട്. അത് ഇപ്പം നമുക്ക് എ സിയുടെ റിമോട്ട്, ഫാൻ്റെ റിമോട്ട്, ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മൊബൈലാണെങ്കിലും നമുക്ക് അവിടെ വെക്കാം. നമുക്കൊരു സൈഡ് ടേബിളിനുള്ളൊരു സ്ഥലം ഈ റൂമിൽ ഇനി ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ തോതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് അങ്ങനെ ഒരു സംഭവം അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലും ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അവിടെ പ്ലഗ് പോയിന്റ് ഇല്ല, എ സിയുടെ സ്വിച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വെക്കുന്നത് വളരെ നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു സൈഡ് ടേബിളിൻ്റെ പർപ്പസിന് നടത്താവുന്ന അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അതിൽ വെക്കാം എന്നുള്ളതാണ് കേട്ടോ.
പക്ഷെ അവിടെ ഒരു പ്ലഗ് പോയിന്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കൂടുതൽ യൂസ്ഫുൾ ആയേനെ. അപ്പം അങ്ങനെയൊക്കെയാണ് ബെഡിൻ്റെ കാര്യങ്ങൾ. പിന്നെ ബെഡിനോട് ചേർന്നിട്ടാണ് നമ്മുടെ അടുത്ത് വിൻഡോ വരുന്നത്. ഈ വിൻഡോയിൽ നിന്നാണ് മക്കളുടെ സ്കൂളിൻ്റെ ഭാഗവും നമ്മളുടെ വീട്ടിലോട്ട് പോകുന്ന റോഡും വഴിയൊക്കെ കാണുന്നത് ഇവിടെയാണ്. ഇവിടെയും നല്ല മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ് കേട്ടോ. അടുത്തത് നമുക്ക് മിറർ ടേബിളാണ് കേട്ടോ. ഇവിടെ ചെയറൊന്നുമില്ല. ചെയർ ഞാൻ അവിടെ ഇരിക്കുന്ന ടേബിളിൻ്റെ ചെയർ എപ്പോഴെങ്കിലും നീക്കി. പിന്നെ നമുക്കങ്ങനെ ഇരുന്ന് മേക്കപ്പ് ചെയ്യാൻ മാത്രമുള്ള മേക്കപ്പ് ഒന്നും എനിക്ക് അറിയൂല. അങ്ങനെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമില്ല. നമുക്ക് നിന്ന് പടപടയൊന്നും ചെയ്യാൻ പറ്റുന്ന മേക്കപ്പേ ഉള്ളൂ കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ ഒരു സാധാരണ രീതിയിൽ എങ്ങനെയാ ഒന്ന് പുറത്ത് പോകാനായിട്ട്, സാധാരണ ഭൂരിഭാഗം അങ്ങനെ ഇനി പോവാറ്, അങ്ങനത്തേതായ രീതിയിലും ഇനിയിപ്പോൾ ഒന്ന് വേണം എന്ന് വെച്ച് നമ്മൾ പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യാറ് എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മിറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുള്ള കാര്യങ്ങളെല്ലാം, ഇതല്ലാതെ എനിക്കിനി വേറെ ഒന്നും ആവശ്യമില്ല എനിക്കൊന്ന് പുറത്ത് പോകുമ്പോൾ റെഡി ആവണമെങ്കിൽ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസറും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഇവിടെ ചിന്നി ചെതറി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാവുമ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ അലങ്കോലമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതെല്ലാം ഒരു ഭാഗത്ത് ഒതുങ്ങി പൊക്കോളും. ഇതിനിങ്ങനെ 2 വലിപ്പുകളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്ലിപ്പുകളും ഇതിനകത്ത് തലയും വെണ്ണുണ്ടകളും സ്ക്രഞ്ചീസും ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെൻ്റെ എണ്ണ, തലയിൽ തേക്കുന്ന ക്രീം. പിന്നെ ഇവിടെ നമുക്കൊരു ബോക്സ് പോലെ ഒരു കള്ളിയുണ്ട്. ഇതിലാണ് ഞാൻ എൻ്റെ വാച്ചും നെയിൽ പോളിഷും അങ്ങനത്തേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ മിറർ എന്ന് പറഞ്ഞാലുള്ള ഉപയോഗങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഇത് നമ്മളുടെ മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇടാനായിട്ടുള്ള കൊട്ടയാണ്. പിന്നെ വാതിലിൻ്റെ പിന്നിൽ നമ്മൾ ഇതിങ്ങനൊരു സ്പേസ് ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വന്ന് മാറി ഇപ്പോഴത്തെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒന്ന് വിരിച്ചിട്ട് ഹാങ്കറിൽ ഇട്ടിട്ട് കുറച്ച് നേരം ഇവിടെ ഇടും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു സംഭവം എപ്പോഴും നമുക്ക് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളുടെ റൂമിൽ മാറി വന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ആകെ അലങ്കോലായി കിടക്കും. അപ്പോൾ റൂം എപ്പോഴും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ആരും എപ്പോൾ വന്നാലും നമുക്ക് എന്താ പറയുക, അയ്യോ ഇനി അതെടുത്ത് വെക്കണം ഇതെടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഓട്ടത്തിൻ്റെ കാര്യമില്ല. നമ്മൾ ഈ റൂം എങ്ങനെയാണോ കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഈ റൂം എല്ലായ്പ്പോഴും. മക്കളെയും നമ്മൾ അങ്ങനെ പഠിപ്പിച്ചാലാണ് അവർക്കും അവരുടെ വീട് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് എങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു തോട്ട് അവർക്ക് ഉണ്ടാവുമായിരിക്കുള്ളൂ. പിന്നെ അടുത്തത് നമുക്ക് കബോർഡ് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് എൻ്റെ കബോർഡ്. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഒരു പോർഷൻ ഓപ്പൺ ആക്കിയാലുള്ള കബോർഡിൻ്റെ വശം. ഇതിൻ്റെ ആദ്യത്തെ കള്ളിയിൽ ഞാൻ എൻ്റെ ഹാൻഡ് ബാഗുകളെല്ലാം വെച്ചിട്ടുണ്ട്. ഇതിൽ മാക്സിമം ഈ ഒരു ഹാൻഡ് ബാഗൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ, അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കള്ളിയിൽ ഇത് കമ്മലുകളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കമ്മലുകളൊക്കെ വേഗം പിക്ക് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു ആൽബം നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയാൽ മതി ഏത് കമ്മലിടണം എന്നുള്ളത്. നമ്മളിതെല്ലാം കൂടി ഒറ്റൊരു പാത്രത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ സ്റ്റോണുകൾ നഷ്ടപ്പെടാനായാലും കുത്തി പിടിച്ച് വലിച്ചെടുക്കാനായാലും ബുദ്ധിമുട്ടാണ്. നമ്മളത് നോക്കിയെടുക്കാൻ പോലും നമ്മൾ മെനക്കെടില്ല. അപ്പോൾ ഇത് നല്ലൊരു ഓർഗനൈസറാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. കാരണം ഇതിൽ വെച്ചപ്പോൾ എനിക്ക് സ്ഥലം തികഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അതുപോലത്തെ ഒരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സ് മാറി കഴിഞ്ഞ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് എടുത്ത് നോക്കിയാൽ എനിക്ക് കമ്മലെടുക്കാം. പിന്നെ നമ്മളുടെ വളകൾ, എനിക്ക് അങ്ങനെ കുപ്പിവളകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ അധികം വളകളുടെ കളക്ഷനൊന്നുമില്ല. അപ്പോൾ അത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കളക്ഷനൊക്കെ ഒരുപാട് വരികയാണെങ്കിൽ ഇതൊക്കെ നിറയട്ടെ എന്ന് വിചാരിക്കാം. നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുക്കാം. പിന്നെ ഇതെൻ്റെ നമ്മളുടെ ഇത്തിരിയും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള മാലയും കമ്മലുകളൊക്കെ എടുത്തു വെക്കുന്നതാണ് കേട്ടോ. അതായത് ഞാൻ മിക്കപ്പോഴും ഒരു സാരി ഉടുക്കുമ്പോൾ എനിക്ക് അതിന് മാച്ചായിട്ട് ഒരു മാല വേണം, കമ്മൽ വേണം എന്നൊക്കെ ചില സാരികളുടെ കൂടെ അങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. നമ്മളുടെ മാച്ചിനനുസരിച്ച് ഗോൾഡ് മേടിക്കുക എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നടപ്പിലാവുന്ന കാര്യമല്ല. ഇനിയിപ്പോൾ ഗോൾഡ് മേടിക്കാന്ന് വെച്ചാലും നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഗോൾഡ് എന്ന് പറയുന്നത് ആൻറ്റിക് കളക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ചെട്ടിനാട് കളക്ഷൻ. അതിൻ്റെയൊക്കെ പണിക്കൂലി ഓർത്താൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഗോൾഡായിട്ട് തന്നെ, പിന്നെ ഗോൾഡ് ആകുമ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക മേടിച്ച് അതന്നെ റിപ്പീറ്റ് ചെയ്തിടുക എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല.
ഗോൾഡ് എപ്പോഴും ഒരു സമ്പാദ്യം എന്ന രീതിയിൽ മേടിച്ചു വെക്കുക എന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള മാലകളൊക്കെ കണ്ടോ. ഇങ്ങനെ ഒരു മാല നമ്മൾ ഗോൾഡിൽ മേടിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ കൊടുക്കണം. നമുക്കാണെങ്കിലും ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ സാരിയുടെ പോലെ തന്നെയാണ്. രണ്ടാമത് അതിന് ഇടാന്ന് പറയുമ്പോൾ, അതായത് ഇപ്പൊ നമ്മളൊരു, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സാരിക്ക് വേണ്ടി മേടിച്ചതാണ് ഇതെങ്കിൽ ആ സാരി എപ്പോഴൊക്കെ കൊടുക്കുന്നു അതിന്റെ കൂടെ ഞാൻ ഈ ഓർണമെന്റ്സ് തന്നെ ഇടും. അതല്ലാതെ ഇനിയിപ്പോ ഇതൊരു വേറെ സാരിക്ക് എടുക്കാന്ന് പറയുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ള എല്ലാ കളക്ഷൻസും ഞാൻ ഇതുപോലൊരു സീപ്ലോ കവറിലാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് പൊടി പിടിക്കാതെയും കളർ പോവാതെയൊക്കെ ഭംഗിയായിട്ട് ഇരിക്കും. അങ്ങനെ എൻ്റെ കയ്യിലുള്ള മാലകളാണ് കേട്ടോ ഇതൊക്കെ. പെട്ടെന്ന് കാണിക്കാം, പിന്നെ അധികമൊന്നുമില്ല. ഇതൊരു മാലയാണ്, ഇതൊരു മാലയാണ്, അതിൻ്റെ കമ്മലാണിത്. ഇതൊക്കെ കുടുങ്ങിയിരിക്കാം, അതിൻ്റെ കമ്മലാണിത്. പിന്നെ ഇതൊരു നോർമൽ ഇതാണ്. ഇതൊന്നും ഞാൻ ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഒന്നും കളർ പോകുന്നൊന്നുമല്ല. ഇങ്ങനൊരു ബ്ലാക്ക് ഇതൊന്നും ചിലപ്പോൾ നമ്മളിങ്ങനെ എവിടേക്കേലും പോകുമ്പോൾ ഓർക്ക് പോലും ഇല്ല ഇപ്പം ഇങ്ങനെ ഒരു മാല ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കാറ് പോലും ഇല്ല ചിലപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, അതുപോലൊരു ബോക്സിലാണെങ്കിൽ നല്ലതാണ്. ഇതുപോലൊരു ഓർഗനൈസർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അതിൽ ഇട്ട് വെക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചു തരാം. ഇനി ഇത് കണ്ടോ, ഇതൊരു റോസ് ഗോൾഡ് പോലത്തെയാണ്. ഇതിൻ്റെ സാരി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ അത് ആ സാരിയുടെ കൂടെ തന്നെയാണ് പോവുള്ളൂ. പിന്നെ നമ്മളുടെ വളകളുണ്ട് ഇതില്. പിന്നെ അടുത്തൊരു മാല. ഇതൊക്കെ ഏതോ ഒരു വെഡിങ് ആനിവേഴ്സറിക്കുള്ള സാരിയുടെ കൂടെ ലുലുന്ന് സാരി മേടിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം മേടിച്ചൊരു ഓർണമെന്റ് തന്നെയാണ് കേട്ടോ. ഇതും ലുലുന്ന് മേടിച്ചത് തന്നെയാണ്. പിന്നെ ഈ ഒരു മാല നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ മാല ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ. 2800 ആയിരുന്നു ഇതിന്റെ വില. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ട് പോലുമില്ല. ഭംഗിയുണ്ടോ? അപ്പൊ അങ്ങനെ ഒരു മാല. പിന്നെ ഇതൊരു മാലയാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞാല്. പിന്നെ ഒരു മാലയുണ്ട്, അതൊരു ഗ്രീൻ കളർ സാരിയുടെ കൂടെ ഞാൻ ഉപയോഗിക്കുന്ന മാലയാണ് കേട്ടോ. ഗ്രീൻ കളർ സാരിയിൽ വൈറ്റ് കളറാണ് അതിന്റെ ഒരു വർക്ക്. അപ്പൊ അതിനോട് ഉപയോഗിക്കുന്ന വലിയ പേളായിട്ടുള്ള ഒരു മാല. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഓർണമെന്റ്സ് എന്നൊക്കെ പറഞ്ഞാല് ചില സാരികളുടെ കൂടെ അതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതതിന്റെ വളയാണിത്. പിന്നെ നമ്മളിപ്പോ പിന്നെ അങ്ങനെ ഇപ്പോ ഞാനൊക്കെ നാട്ടിലുള്ള സമയത്താണല്ലോ നമ്മൾ അങ്ങനെ എവിടേക്കെങ്കിലൊക്കെ ഒന്ന് അങ്ങനെ പോകുന്ന യാത്രകളൊക്കെ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോ സാധാരണ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നു വരുന്നു. അപ്പൊ പിന്നെ ഇതൊന്നും ഉപയോഗിക്കേണ്ട കാര്യം കൂടുതലും വരാറില്ല. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചെറിയ കളക്ഷൻസ്. നമ്മളുടെ അത്യാവശ്യം നമ്മൾ ലൊട്ടിലൊടുക്ക് ഓർണമെന്റ്സിന്റെ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇത് നമ്മളുടെ മെഡിസിന്റെ വിഭാഗമാണ്. നമുക്ക് ഇതൊന്നും അങ്ങനെ ആവശ്യമുള്ള പറഞ്ഞാൽ എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കേണ്ട മെഡിസിൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇത് മോൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സുകൾ വെച്ചിരിക്കുന്ന കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ ഡ്രസ്സായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ അത് സൂക്ഷിച്ചെടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കും, അതോടുകൂടെ അതെല്ലാം താഴെ വീണുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ബോക്സിനകത്താണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അത് അതിനകത്തേ അതിൻ്റെ അലങ്കോലം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങനെ ഒരു ബോക്സിനകത്താണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെൻ്റെ സാരി ബ്ലൗസുകളാണ്. ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് ഞാൻ സാരി ബ്ലൗസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാരി എടുക്കുമ്പോൾ തന്നെ എളുപ്പത്തിൽ ബ്ലൗസും ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൽ ഇനിയും സ്പേസ് ഇങ്ങനെ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇത്രയും സ്പേസിൽ ഇനിയും നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സാരി ബ്ലൗസുകളൊക്കെ ഞാൻ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ താഴത്ത് എൻ്റെ ചെരുപ്പുകൾ, നമ്മൾ ഡെയിലി ഇടുന്ന ചെരുപ്പുകൾ പുറത്ത് ഷൂ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പുറത്ത് ഷൂ സ്റ്റാൻഡല്ല, അധികം വലിപ്പമുള്ള സ്റ്റാൻഡൊന്നുമല്ല. അപ്പോൾ ഡെയിലി ഇടുന്നത് അവിടെ ഇരിക്കുന്നുണ്ട്. അതല്ലാതെ വല്ലപ്പോഴൊക്കെ ഇടേണ്ടതായിട്ടുള്ള ചെരുപ്പുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചെരുപ്പ് വെച്ചുകൊണ്ടിരിക്കും മാത്രമാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി മാത്രം ന്യൂസ് പേപ്പർ ഇട്ടിരിക്കുന്നത്. അല്ലാത്തതിലൊന്നും ഞാൻ പേപ്പറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇത് മോനെ പ്രസവിച്ചപ്പോൾ അവന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയ കൊട്ട തന്നെയാണ് കേട്ടോ. അതിൻ്റെ മൂടിയൊക്കെ പോയി. ഇതിപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കൊട്ടയാണ്. പിന്നെ ഇത് ചുരിദാറുകൾ. പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അലമാരി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കള്ളികളാണ് കൂടുതൽ ഉണ്ടാവേണ്ടതെന്ന്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് കള്ളികൾ വേണം, വേണ്ട എന്നല്ല,
എന്നാലും ഹാങ്ങിങ് സ്പേസുകളാണ് കൂടുതൽ ഉണ്ടായിരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ പുതിയതൊക്കെ വീട് പണിയാൻ പോകുന്നവരുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ഈ കബോർഡ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫ് വരെ മുട്ടിയിട്ടായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ റൂഫിൻ്റെ മേലെ പൊടി വരുന്നുണ്ടാവും, പൊടി ഉണ്ടായിരിക്കും. നമ്മൾ ഫാൻ ഇടുമ്പോൾ ആ പൊടി സ്വാഭാവികമായിട്ടും പറക്കുന്നുണ്ടായിരിക്കും. നമുക്കത് ഡെയിലി ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്കിപ്പോൾ പെട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കയറ്റി വെക്കാം. പക്ഷെ അതൊരു റൂമിലേക്ക് കയറി വരുമ്പോൾ അതിനേക്കാളും വലിയൊരു ബോറായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. അപ്പോൾ അതങ്ങനെ ഒരു റൂഫ് വരെ ഫുൾ കവേർഡ് ആയിരുന്നെങ്കിൽ പൊടി പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത വർഷത്തിൽ ഒരിക്കൽ എടുക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ക്രിസ്മസ് ട്രീ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊരു സ്ലൈഡിങ് ഡോർ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് നല്ല സൂപ്പറായിട്ട് വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്തായാലും നമ്മളുടെ കബോർഡ് ഇപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഇതിൽ പറഞ്ഞു വന്നു ഇപ്പം ഞാൻ ഹാങ്ങിങ് സ്പേസ്. നമ്മൾ ഈ ചുരിദാറുകളാണെങ്കിലും സാരികളാണെങ്കിലും ഇപ്പോൾ വീട്ടിലിടുന്ന ഒരു ഡ്രസ്സാണെങ്കിൽ പോലും ഇങ്ങനെ മടക്കി മടക്കി വെക്കുമ്പോൾ നമ്മളെപ്പോഴും ആദ്യത്തെ ഒരു ഡ്രസ്സ് എടുക്കും, രണ്ടാമത്തെ ഒരു ഡ്രസ്സ് എടുക്കും, മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മളുടെ ആദ്യത്തെ കഴുകി വന്നിട്ടുണ്ടാവും, വീണ്ടും അത് അതിൻ്റെ മേലെ തന്നെ മടക്കി വയ്ക്കും, വീണ്ടും അതെടുക്കും, രണ്ടാമത്തെ എടുക്കും. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ മാക്സിമം നാലാമത്തെ അല്ലാതെ അതിന് താഴേക്ക് നമ്മൾ ഡ്രസ്സുകൾ എടുക്കില്ല. അത് എന്നും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ചുരിദാറുകളാണെങ്കിലും നമ്മൾ മടക്കി മടക്കി ഇരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നോക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു മെനക്കെട്ട പരിപാടി ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആദ്യം ഇരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് ഓക്കെ എന്നാൽ ഇടാന്ന് വിചാരിച്ച് പറഞ്ഞാൽ അത് വലിക്കും. അത് വലിക്കുമ്പോൾ മുകളത്തെ എല്ലാം കൂടെ താഴ്ത്തിക്ക് വീണുണ്ടാവും. നേരമില്ലാത്ത നേരമാണെങ്കിൽ നമ്മൾ അതെല്ലാം കൂടി അങ്ങനെ തന്നെ കയറ്റി വെക്കും, പോവും. ഇങ്ങനെയാവുമ്പോൾ നമുക്കിതിപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഹാങ്ങറാട്ടോ ഇത്, നമ്മൾ സാധാരണ ഹാങ്ങറിനേക്കാളും ചെറിയ ഹാങ്ങറിലാണ്. അപ്പോൾ ചുരിദാർ നേരെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്ത് ഇതിൽ അങ്ങനെ ഇടും. അങ്ങനെയാണ് ഞാൻ ഈ ചുരിദാറുകളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം നമുക്ക്. ഒരു ഹാങ്ങറിൽ ഞാനിപ്പോൾ 2ഉം 3ഉം ചുരിദാറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി നമുക്ക് ഏതാണ് ഇടേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. ഇനി അതിൻ്റെ പാൻറ്റുകളെല്ലാം ഞാൻ ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിങ്ങനെ ലെഗിൻസുകൾ, ഇപ്പോൾ നമുക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ കൂടുതലും നമുക്ക് അങ്ങനെ പെയർഡായിട്ടുള്ള ചുരിദാറുകളൊന്നുമല്ല. ഞാനിങ്ങനെ തുണികളെടുത്ത് നമ്മൾ ടോപ്പുകൾ തയ്ക്കും, അല്ലെങ്കിൽ ടോപ്പുകൾ മാത്രമായിട്ട് മേടിക്കും. അതിന് കോമൺ ആയിട്ടുള്ള കുറച്ച് ലെഗിൻസും പാൻറ്റുകളുണ്ട്, അതങ്ങനെ മാറി മാറി ഇടും. അപ്പോൾ അതിൻ്റെ പാൻറ്റുകളെല്ലാം ഞാൻ ഇതുപോലെ ചുരുട്ടി റോളാക്കിയിട്ട് അതിൻ്റെ കളിൽ തന്നെ താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ നിസാരം കുറച്ച് ഷോളുകളും കാര്യങ്ങളൊക്കെ എനിക്കുള്ളൂ. അപ്പോൾ ആ ഷോളുകളാണെങ്കിലും പാൻറ്റുകളാണെങ്കിലും ഈ ചുരിദാറിൻ്റെ സെക്ഷനിൽ തന്നെ അടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അധികം സ്പേസ് പോവില്ല. പിന്നെ ഇങ്ങനെ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരെണ്ണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്താലും ബാക്കിയുള്ളതിനൊന്നും കേടൊന്നും പറ്റാതെ തന്നെ അവിടെ ഇരുന്നോളും. അപ്പോൾ കഴുകി വരുന്ന കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ മടക്കി റോളാക്കി ഇവിടെ വെക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചുരിദാറിൻ്റെ സെക്ഷൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ പേഴ്സണൽ തിങ്സുകളെല്ലാം, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു കള്ളിയിൽ. അപ്പോൾ നമുക്ക് കബോർഡിൻ്റെ അടുത്ത വശത്തേക്ക് പോവാം. അപ്പോൾ കബോർഡിന് നമുക്ക് 2 സ്ലൈഡിങ് ഡോർ ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ. ഇതിൻ്റെ മേലത്തെ കള്ളിയിലിരിക്കുന്നത് നമ്മളുടെ സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അതായത് ഓണത്തിനാണല്ലോ നമ്മൾ അങ്ങനെ ആണ്ടിൽ മാത്രം എടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആദ്യം ഒരു കവറിലാക്കി, പിന്നെ ഒരു കവറിലാക്കി, അങ്ങനെ ഭദ്രമാക്കി വെച്ചിരിക്കുന്നതാണ് അത്. പിന്നെ അതിനപ്പുറത്ത് കുറച്ച് എൻ്റെ ഡ്രസ്സുകൾ ഇരിക്കുന്നുണ്ട്, അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. പിന്നെ ഇതിലിരിക്കുന്നത് കുറച്ച് എന്താ പറയുക മെഡിസിൻസ് ആണ്. അത്യാവശ്യം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല, വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുന്ന കുറച്ച് മെഡിസിൻസ്. അതിൻ്റെ എക്സ്പയർ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് മെഡിസിൻസ് ആണ് അതിലിരിക്കുന്നത്. പിന്നെയുള്ളത് ഇത് വിജയൻ്റെ കുറച്ച് ഡ്രസ്സുകൾ കഴുകി മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് എൻ്റെ ഇന്നർവെയേഴ്സൊക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. നമ്മളുടെ ഇന്നർവെയേഴ്സൊക്കെ വെക്കാനാണെങ്കിൽ നല്ലതാണ്. ഓർണമെൻറ്റ്സ് വെക്കാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനെ നോക്കി എടുക്കാൻ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാനിവിടെ എൻ്റെ സാരിയുടെ ഇതിൽ ഹാങ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത് ഓൾറെഡി ഇവിടെ ഫിറ്റാണ്. അപ്പോൾ എനിക്ക് എന്നും അത് കൈകാര്യം ചെയ്യാൻ അത്ര ഈസി ആയിട്ട് തോന്നാത്തത് കൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കാത്തത്. പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അങ്ങനെ. വിജയം വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ്. കാരണം ജെൻസിനാണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് ഹാങ്ങിങ് സ്പേസ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പം ഞാൻ വേറെ വരുന്ന സമയത്ത് എൻ്റെ കുറച്ച് സാരികളൊക്കെ ഞാൻ വേറെ ഏതെങ്കിലും കബോർഡിലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് ഇവിടെ സ്പേസ് ഉണ്ടാക്കാറുള്ളത്. പോയി കഴിയുമ്പോൾ വീണ്ടും അതൊക്കെ പറക്കി ഇവിടെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നിടും.
പിന്നെ ഇത് നമ്മുടെ അണ്ടർസ്കർട്ട് ഒക്കെ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതും ഞാൻ ഇതുപോലെ റോൾ ചെയ്തിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പേസിനാണെങ്കിലും പെട്ടെന്ന് കളർ നോക്കി എടുക്കാനാണെങ്കിലും ഒന്നെടുക്കുമ്പോൾ വീണ് പോകാതെ കൃത്യമായിട്ട് എടുക്കാനാണെങ്കിലും പറ്റും. അപ്പോൾ അതും ഇങ്ങനെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലുള്ളത് നമ്മുടെ ജീൻസ് ടോപ്പ്, പിന്നെ ഉടുപ്പ്, അങ്ങനത്തെ ഡ്രസ്സൊക്കെ നമ്മൾ ഇനി എവിടേക്കാനും വല്ല യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ദുബായി പോകുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ ഉപയോഗിക്കാറില്ല. ഇവിടെ ഒന്നും നമ്മളത് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇത്. പിന്നെ ഈ കള്ളിയിൽ എൻ്റെ നമ്മുടെ അലുകുലുത്ത് പണികൾ നമുക്ക് കുറച്ചുണ്ടല്ലോ, അതായത് പെയിൻറ്റിങ്, എംബ്രോയിഡറി, അങ്ങനെയുള്ള കാര്യം. ഇപ്പോൾ ക്രിസ്മസിന് നമ്മളൊരു സാരി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതൊരു വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ഞാനത് ഇത്തിരിയെങ്കിലും ആയിട്ട് കാണിച്ചു തരാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സിസേഴ്സ്, മുത്തുകൾ, ത്രെഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അലങ്കോലമായിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള, നമ്മളിവിടെ പാത്രങ്ങളൊക്കെ മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള 2 ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വെട്ടി കറക്റ്റ് ആക്കിയിട്ട് ഇവിടെ ഫിറ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ളത് കാറിൻ്റെ കവറ്, ബെഡിൻ്റെ കവറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബെഡിൻ്റെ കവർ നമ്മൾ ഇട്ടിട്ടില്ല. കാറിൻ്റെ കവറാണെങ്കിലും നമ്മുടെ കാറ് വിജയൻ്റെ വീട്ടിലാണ്. വിജയേട്ടൻ പോകുമ്പോൾ അവിടെ ഇട്ടിട്ട് പോകും, വരുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ ഇവിടുത്തെ പാർക്കിങ്ങിൽ ഇടാറില്ല, കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല, പിന്നെ വെറുതെ ഇവിടെ കിടക്കല്ലേ. അപ്പോൾ നമ്മൾ കാറോടെ ഇല്ല. അപ്പോൾ കവറൊന്നും നമ്മൾ ഇത് മേടിച്ചിട്ട് തന്നെയുള്ളൂ, ഇതുവരെ അത് പൊട്ടിച്ചിട്ടുമില്ല, ഇട്ടിട്ടുമില്ല. പിന്നെ ഇതെൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ. ഈ പറഞ്ഞ പോലെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ നമുക്ക് ഡെയിലി എടുക്കുന്നതും വെക്കുന്നതും കഴുകുന്നതും മടക്കുന്നതൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇതുപോലെ എപ്പോഴും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ ഇതിനകത്താണ് ഡ്രസ്സുകളെല്ലാം മടക്കി വയ്ക്കുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഒരു കൊട്ടയ്ക്കകത്ത് ക്ലീൻ ആയിട്ട് ഇരുന്നോളും. ഇതിനകത്താണ് ഞാൻ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ വെക്കുന്നത്. പിന്നെ ഇത് ഒരു ബാഗ്, നമ്മുടെ ടൈലറിങ്ങിൻ്റെ ബന്ധപ്പെട്ട ഞാൻ അവിടെ പോയപ്പോൾ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കുകളും തുണികളൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ബാഗിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതാണ് എൻ്റെ സാരികൾ. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സാരിക്ക് 350 രൂപയൊക്കെ ഉള്ളൂ. സീമാസിന്ന് മേടിച്ചതാണ്. എനിക്കെപ്പോഴും ഭയങ്കര വിലയുള്ള ഡ്രസ്സ് മേടിച്ച് ഇടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ആളാണ് ഞാൻ. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് മേടിച്ച് ഒരുപാട് പ്രാവശ്യമൊന്നും ഇടാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടാവില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് മേടിച്ച് ഒരു 2-3 പ്രാവശ്യം ഇട്ടാലും അതൊന്നും മുതലാക്കി എന്ന് ഒരു ആശ്വസിക്കാൻ പറ്റുന്ന എക്സ്പെൻസ് ആയിട്ടുള്ള സാരികളെ ഞാൻ മേടിക്കാറുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് ഒരാൾ വെറുതെ ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു കാര്യത്തിന് വേണ്ടി എത്ര മണി ചിലവാക്കുക, അല്ലെങ്കിൽ അവരത് ചിലവാക്കി എന്ന് പറഞ്ഞാലും എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അങ്ങനെ ഒത്തിരി വിലപിടിപ്പുള്ള സാരികളെന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോൾ അല്ലേ നാട്ടിലൊന്ന് സെറ്റിലായത്. അപ്പോൾ എനിക്ക് അങ്ങനെ സാരി കളക്ഷൻസ് എന്ന് പറയാനായിട്ട് ഒരുപാടൊന്നും ആയിട്ടുമില്ല. മുന്നേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ നമുക്ക് മേടിച്ചുള്ള സാരികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എവിടെ പോയി, ആർക്ക് കൊടുത്തു എന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഓയിൽ സാരികൾ, അതൊക്കെ 300 രൂപ 350 രൂപ വിലയുള്ള സാരികളാണ് കേട്ടോ. ഈ സാരിയുടെ ഒപ്പം തന്നെ മേടിച്ചാണ് ഈ ഗ്രീൻ കളർ സാരി. ഇപ്പം ഇതൊക്കെ എന്തിനു കാണിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വിലയുള്ള സാരി ആണെങ്കിലും വിലയില്ലാത്ത സാരി ആണെങ്കിലും എൻ്റെ ഒരു കൂട്ടുകാരത്തി വന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു ചേച്ചി വന്നാൽ, ഇതേത് സാരിയാടി, ഇത് കൊള്ളാലോ, ഇത് എവിടെ നിന്ന് മേടിച്ച സാരി, അല്ലെങ്കിൽ ഇതിന് എത്ര രൂപയായി എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഒരു, ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ അവരെ വീട്ടിൽ പോയാലും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്നാൽ ഇത് കൊള്ളാലോ, അല്ലെങ്കിൽ ഇതിൻ്റെ കളർ നന്നായിട്ടുണ്ടല്ലേ, അതൊരു നമ്മൾ സ്ത്രീകളുടെ ഇടയിലുള്ളൊരു നോർമൽ ടോക്കാണ്. അല്ലെങ്കിൽ ഈ സാരികളോട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് അവരുടെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു സംസാരമാണത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എന്നെപ്പോലുള്ളവർ, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾ, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാർ, അല്ലെങ്കിൽ എൻ്റെ അനിയത്തിമാർ, അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്ന പോലെ ഒന്ന് കാണിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഇപ്പം ഇതിൽ വലിയ കഥയുള്ള സാരികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ കബേർഡിലുള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ് മേടിച്ചിട്ടുള്ള സാരിയാണിത്. 30 രൂപയാണ് കേട്ടോ ഈ സാരിയുടെ വില. ഇത് മുന്നത്തെ സീമാസി പോയിട്ടുള്ള വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു 12 മണി സമയത്ത് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അതിൽ കിട്ടിയതാണ് കേട്ടോ. 30 രൂപയുടെ സാരിയാണിത്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കൊള്ളാം. ഇപ്പം ഇതിന് നല്ലൊരു ബ്ലൗസൊക്കെ ഇട്ടെടുക്കുകയാണെങ്കിൽ ഇട്ടിരിക്കുന്ന പോലെ സാധാരണ ഒന്ന് കടയിൽ പോകാനോ ഒക്കെ ഇത് മതി. ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു കൊല്ലത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ സാരിയായിരുന്നു ഇത്. പിന്നെ ഈ സാരി നമ്മൾ തുണിയായിട്ട് മുറിച്ച് മേടിച്ചിട്ട്, ഇതൊക്കെ നമ്മുടെ ആദ്യ പരീക്ഷണങ്ങളാണ് കേട്ടോ ഈ സാരിയൊക്കെ. ആ സാരിയാണിത്.
ഇതിന്റെ അരികത്ത് ഇതെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളർ നല്ലൊരു തുണി കിട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ ബ്ലൗസ് തയ്ച്ചു. ഇനി അതിനൊരു സാരി ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓക്കെ ഇങ്ങനെ ഒരു സാരി തുണി മുറിച്ച് മേടിച്ചു. അതിൽ ഈ ഗ്രീൻ ആണ് ആ ബ്ലൗസിന്റെ കളർ. അപ്പൊ ഇങ്ങനെ ഗ്രീൻ നമുക്ക് ഈ പൈപ്പിംഗ് ത്രെഡ് കിട്ടുമല്ലോ, അങ്ങനെ സാരിയുടെ രണ്ടരികിലും ഫുള്ളായിട്ട് ഈ പൈപ്പിംഗ് പിടിപ്പിച്ചു. ഇനി ഇതിലുള്ള ഈ ഒരു വർക്ക്, ഇതൊക്കെ നമ്മൾ ചെറിയൊരു വർക്ക് ദേ ഈ ഒരു എംബ്രോയിഡറി ഞാനിരുന്ന് തുന്നിയതാണ്. ഒറ്റൊരു ദിവസം കൊണ്ട് ഇരുന്ന് തുന്നി തീർത്ത എംബ്രോയിഡറി ആണിത്. ഇതൊക്കെ എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്തൊരു കാര്യമാകുമ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ, അത്രമാത്രം, അത്രേ ഉള്ളൂ. പിന്നെ ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ അങ്കമാലി ഓപ്ഷൻസിൽ നിന്ന് മേടിച്ച സാരിയാണ്. ഇത് 1200 രൂപയുണ്ടായിട്ട് മേടിച്ച സാരിയാണ്. പക്ഷെ എന്താ പറയാ, അതിനുള്ളൊരു മെച്ചം എനിക്ക് തോന്നാത്ത ഒരു സാരിയുമാണ് കേട്ടോ ഇത്. പിന്നെ ഈ സാരിയാണ് ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ, ആ വൈറ്റ് വലിയ പേളായിട്ടുള്ള മാല ഇടുന്ന ഒരു സാരി എന്ന് പറഞ്ഞില്ലേ, ഈ സാരിയുടെ കൂടെയാണ് ഞാൻ ആ വൈറ്റ് പേളുള്ള മാല ഇടാറുള്ളത്. കാരണം ഇതും ഒരു വൈറ്റ് ആണ്, ഇതുമുള്ളൊരു എംബ്രോയിഡറി. ഈ സാരിയും ഈ സാരി ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ സമയത്ത് ഇത് രണ്ടും ഒരുമിച്ച് ദുബായ് ലുലുന്ന് മേടിച്ച സാരികളാണിത്. പിന്നെ പിന്നെ നമ്മളുടെ സാരി ഒക്കെയാണ് സാരിയായിട്ട് കാണിക്കാനുള്ളൂ. ഇതെന്റെ മനസ്സമ്മതത്തിന്റെ സാരിയാണ് കേട്ടോ. ഇതെന്റെ അബുദാബിയിലുള്ള ചേച്ചി, നമ്മുടെ മുന്നത്തെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും, നമ്മൾ അബുദാബി പോയതും ചേച്ചിനെയൊക്കെ അതിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. ചേച്ചിയാണ് എനിക്ക് എൻ്റെ മനസ്സമ്മതത്തിന്റെ സാരി ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ചേച്ചി നമുക്ക് പൈസ അയച്ചു തന്നു, നമ്മൾ പോയി മേടിച്ചു. നമ്മളുടെ തൃശ്ശൂർ അന്ന് ഇമ്മാനുവൽ സിൽക്സിനെയോ തോന്നുന്നു, ഇപ്പം അതില്ല, അവിടെ നിന്ന് മേടിച്ച സാരിയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പം ഇതെൻ്റെ മനസ്സമ്മതത്തിൻ്റെ സാരിയാണ്. ഇതൊന്നും പിന്നെ നമ്മൾ അങ്ങനെ ഉടുക്കലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ ഇതൊക്കെ നമ്മളുടെ ഓർമ്മയിൽ പൊന്നുപോലെ സൂക്ഷിക്കേണ്ട സാരികളല്ലേ, അപ്പം അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മന്ത്രകോടി സാരി. ഇത് കല്യാണം മേടിച്ചതാണ് കേട്ടോ. എൻ്റെ ഈ ഒരു അലമാരയിൽ ഏറ്റവും വില കൂടിയ സാരി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മന്ത്രകോടി സാരി അല്ലേ 10,000-25,000 രൂപയ്ക്ക് ആയിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഇല്ല, 7,000 രൂപയായിട്ടുള്ളൂ ഈ സാരിയുടെ വില. എൻ്റെയൊക്കെ കല്യാണത്തിന്റെ സമയത്ത് ഇപ്പൊ പൊതുവെ നമ്മൾ കല്യാണത്തിന്റെ സമയത്ത് എല്ലാവരും, അതായത് ആ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ ഒരു വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് അത്. എത്ര രൂപയുടെ മന്ത്രകോടി അവരിട്ടത് ഇല്ലേ, നിങ്ങളും പലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, ചോദിച്ചിട്ടുണ്ടാവും. അതൊരു നോർമൽ ചോദ്യമാണ്. അപ്പോൾ ഈ സാരിക്ക് 7,000 രൂപയായിട്ടുള്ളൂ കേട്ടോ. അതിന്റെ ഒരു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മളന്ന് കല്യാണത്തിൽ ചെന്നപ്പോൾ നമ്മുടെ മനസ്സമ്മതൊക്കെ കഴിഞ്ഞൊരു വൈകിട്ടാണ്, ഒരു 5 മണി സമയത്തൊക്കെയാണ് നമ്മൾ കല്യാണം അന്നത് മേടിക്കാൻ ചെന്നിരിക്കുന്നത്. സമയം ഒട്ടുമേ ഇല്ലാത്ത സമയത്താണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പോൾ ഇവർക്കാണെങ്കിലും ചെന്നിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ തിരക്കിട്ട ഒരു സമയമായതുകൊണ്ട് നമ്മൾ കല്യാണത്തിന് കയറിയപ്പോൾ അന്ന് നിർഭാഗ്യവശാൽ അവിടെ മന്ത്രകോടി സാരികളൊക്കെ അന്ന് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ അവർ കാണിച്ചെന്ന് 4 കളേഴ്സ് കാണിച്ചെന്നു, പല വിലയുടെയൊക്കെ. ഒന്ന് ഗോൾഡൻ കളർ, അതിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഗോൾഡൻ കളറിൽ വെച്ചാൽ നമ്മൾ ഗോൾഡൻ കളറും പിന്നെ സ്വർണവും ഒക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഇത്തിരി കളർ കുറവായ ആളായതുകൊണ്ട് ഞാൻ അതങ്ങനെ മൊത്തത്തിൽ ഇട്ട് നിന്നാൽ നമ്മുടെ ആൽബം വരുമ്പോൾ അതിൽ നമ്മൾ ഒരാളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നത് മെറൂൺ കളർ, നമ്മുടെ മനസ്സമ്മതത്തിന്റെ സാരിയുടെ സെയിം കളർ. അപ്പം അത് എടുത്താൽ നമ്മളുടെ ആൽബം മൊത്തത്തിൽ മെറൂൺ ആയിപ്പോവും. ആദ്യം നമ്മൾ സമ്മതത്തിന്റെ പാർട്ടായിരിക്കും, പിന്നെ ആയിരിക്കും കല്യാണത്തിന്റെ പാർട്ട് നമ്മുടെ ആൽബത്തിൽ വരുന്നത്. അപ്പൊ അതിലും മെറൂൺ ഇതിലും മെറൂൺ, അപ്പൊ ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഉണ്ടായിരുന്ന ഒരു ചാണപ്പച്ച കളറായിരുന്നു കേട്ടോ. ചാണകപ്പച്ച കളർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ ഒരു ഇതില് അതൊരു ബ്രൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യാത്തതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു സാരിയാണ്. നമുക്ക് പിന്നെ ആ കടയിൽ നിന്ന് ഇറങ്ങി ഇനി വേറൊരു കടയിലോട്ട് പോകാനുള്ള സമയവും ഒന്നില്ലാത്തത് കൊണ്ട് ഈ ഒരു സാരി നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അപ്പൊ എൻ്റെ മന്ത്രകോടി ആയിട്ട് വരേണ്ടത് ഈ സാരിക്കായിരിക്കും അതിന്റെ യോഗം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് അങ്ങനെ 7,000 രൂപയായിട്ടുള്ളൂ കേട്ടോ. ആ കാണിച്ച സാരികൾ എനിക്ക് തോന്നുന്നു ഏറ്റവും വില കുറഞ്ഞൊരു സാരി ഇതായിരുന്നു. വിലയിലൊന്നും കാര്യമൊന്നും ഇല്ലല്ലോ, നമുക്ക് അന്നത്തെ ഒരു ദിവസം നമ്മുടെ തലയിൽ ഇട്ടു, നമ്മൾ പിന്നെ ഇതുപോലെ ഹാങ് ചെയ്ത് ഇങ്ങനെ ഇടാനുള്ള ഒരു സ്മാരക വസ്തുവാണിത്. അപ്പൊ അങ്ങനെ ഈ സാരി. പിന്നെ ഇത് എൻ്റെ ചേച്ചിയുടെ സാരിയാണ്. എൻ്റെ ചേച്ചി ഇപ്പോൾ UK-ലാണ്, അവളുടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നൊക്കെ പറയില്ലേ, ഈ മെൻ്റൽ റിട്ടാർഡ് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു ഓട്ടിസം സ്കൂളിലാണ് അവൾ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ അവൾ UK-ൽ പോയിട്ട് അങ്ങനെയുള്ള ജോലി ചെയ്യുന്നു.
അപ്പോൾ ടീച്ചർമാരാണല്ലോ എപ്പോഴും സാരികളുടെ കാര്യത്തിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്നവര്. അപ്പോൾ ഇതില് പിന്നെ വിലയുള്ള സാരികൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ചേച്ചിയുടെ സാരിയാണ് കേട്ടോ. കാരണം UK പോയപ്പോൾ അവൾ അതല്ലാതെ ഇവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കളർ നോക്കിയിട്ട് ആ സാരികൾ ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് മാത്രം. അപ്പോൾ ഈ സാരി ചേച്ചിയുടെയാണ്, ഈ സാരിയും ചേച്ചിയുടെയാണ്. ഇതിന് സാരിക്കൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് കഥ പറയാനൊന്നുമില്ല. ഈ സാരിയിൽ എന്താ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ഇതിലൊരു നമ്മളുടെ ഒരു സമയത്തെ ഹൈലൈറ്റ് ആയിരുന്നല്ലോ ഇങ്ങനെ നമ്മുടെ കാവ്യമാധവന്റെ ഇതിലാണ് അത് വന്നത്. ഇത് മുന്താണിയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വർക്ക് വരുന്ന സാരികൾ ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ സാരിയാണ് ഇത്. ഇതിൻ്റെ ഇപ്പം ആ ഭാഗമൊക്കെ ഈ ഭാഗമാണ് ഇങ്ങനെ വരുന്ന ഭാഗത്ത്. ഇതിൻ്റെ പൊട്ടവശമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ വരുന്ന ഭാഗങ്ങളാണ് ഇതിൻ്റെ. ഇപ്പം നിവർത്താനൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ള സാരിയാണിത്. ഇതും അത്യാവശ്യം നല്ല 3000 സംതിങ് ഒക്കെ അങ്ങനെയൊക്കെ വിലയുള്ള സാരിയാണ്. ചേച്ചിയുടെ സാരിയാണ്, എൻ്റെ സാരിയല്ല. ഈ സാരി പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളറുണ്ടാകും. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി പോകുമ്പോഴായിരിക്കില്ല, വേറൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണിൽ പെടുന്നത്. അപ്പം അങ്ങനെ കണ്ടപ്പോൾ മേടിച്ച സാരിയാണ്. ഇത് ഇതിൻ്റെ പല്ലുവാണ്, ഇതാണ് ഇതിൻ്റെ ബോഡി. നമ്മളുടെ വീഡിയോയിൽ ഈ സാരി എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും ഇതുപോലെ തന്നെ എന്താ പറയുക, കോട്ടൺ സിൽക്ക് അങ്ങനത്തെ സാരിയിൽ വരുന്നതാണ്. ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരി എന്ന് പറയാം. ഇതും എൻ്റെ അല്ല, ചേച്ചിയുടെ സാരിയാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ദുബായിൽ നിന്ന് മേടിച്ച സാരിയാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ഫുള്ളായിട്ട് നിവർത്തി കഴിഞ്ഞാൽ അടിഭാഗത്തേക്ക് ഓറഞ്ചും മോൾ ഭാഗത്തേക്ക് ഈ കളറും. എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റേതായിട്ടുള്ള സാരികളിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം ഒരേ ടോൺ ആയിരിക്കും. ഇതൊരു സാരി. ഇതിൻ്റെ മുന്താണി ഈ ബ്ലൂ ആണ്. ഇതിൻ്റെ മുന്താണി ഈ ബ്ലൂ ആണ് കേട്ടോ. ഇതും ചേച്ചിയുടെ സാരിയാണ്. ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. എനിക്ക് അത്രയും മഞ്ഞയോട് എന്തോ ഒരു എനിക്കത് ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം എടുക്കാതെ വെച്ചിരിക്കുന്നതാണ്. ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ സാരി കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് ജയലക്ഷ്മിന്ന് നമ്മളുടെ ഒരു ബർത്ത്ഡേക്കും അതുപോലെ നമ്മൾ ദുബായിലേക്ക് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിൻ്റെ പാല് കാച്ചൽ, നമ്മൾ ആ ഫ്ലാറ്റിലേക്ക് വന്നിട്ട് ഫ്ലാറ്റൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു പാല് കാച്ചൽ, വലിയ പരിപാടിയൊന്നുമല്ല, നമ്മൾ മാത്രമുള്ളൊരു ഇതുണ്ടായിരുന്നു, പാല് കാച്ചുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ബർത്ത്ഡേയുടെ ദിവസം തന്നെയാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണ് കേട്ടോ. നല്ലൊരു സാരി കേട്ടോ. അതിൻ്റെ ആ ഒരു ഗ്രീൻ കളർ ഭയങ്കര ഭംഗിയാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ മന്ത്രോടി സാരി തന്നെയാണൊന്നും ഇല്ല, അതല്ല, ഇത് വേറെ സാരി കേട്ടോ. ഇതും ജയലക്ഷ്മിന്ന് പഠിച്ച സാരി തന്നെയാണ്. ഭയങ്കര അന്യായമായിട്ടുള്ളൊരു വർക്കാണ്. ഈ സാരി ഫുള്ള് ഇങ്ങനെയാണ്, ഇതിൻ്റെ ബോഡി ഫുള്ള് ഇങ്ങനെയാണ്, പല്ലുവിൽ വ്യത്യാസമുണ്ട്. ഈ സാരിക്കും 1500 താഴെയുള്ളൂ ഈ സാരിയുടെ വില. ഇത് ഞാൻ ഒരു പ്രാവശ്യത്തെ ക്രിസ്മസിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ അന്ന് എന്തോ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിന് പരിപാടിക്ക് എനിക്കിത് ഉടുക്കാൻ പറ്റിയിട്ടില്ല. അതിനുശേഷം ഞാൻ വിഷുവിൻ്റെ വ്ളോഗിൽ എടുത്തിട്ടുണ്ട്. പല്ലൊന്നും ഇപ്പോൾ ഇതിന് മനസ്സിലാവില്ല, മൊത്തത്തിൽ കാണുമ്പോൾ ഒരേപോലെ ഇരിക്കും. പക്ഷെ ഈ സാരി 1500 താഴെയുള്ളൂ എന്നുള്ളത് ഈ സാരി ഉടുത്ത ആരും പറയില്ല കേട്ടോ. അത്രയും നല്ല ഹെവി ആയിട്ടുള്ള ഒരു സാരിയാണ്. പക്ഷെ ഈ സാരിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് അങ്ങോട്ട് യോജിക്കില്ല. ഞാനും ഞാനെന്ന് പറയുന്നത് ഇങ്ങനെ മാറി മാറി നിൽക്കുള്ളൂ. ഇങ്ങനെ നമ്മളങ്ങോട്ട് ഉടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഒരു എന്താ പറയുക പ്ലീറ്റ് ചെയ്ത് ഇടാം എന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ ആവില്ല. ഇനിയിപ്പോൾ അതങ്ങോട്ട് വരഞ്ഞു പോയാൽ അതിൻ്റെ ആ വർക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ ത്രെഡുകൾ അങ്ങോട്ട് മുറിഞ്ഞ പോലെയോ. അപ്പോൾ നമ്മൾ ഈ സാരികൾ കാണുമ്പോൾ ഇപ്പോൾ ഈ സാരി തന്നെ ചിലപ്പോൾ ഒരു 10,000 സാരി ഉണ്ടാവും, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 1500 താഴെയുള്ള സാരി ഉണ്ടാവും. പക്ഷെ അതിൻ്റെയൊക്കെ ഗുണമേന്മയിൽ വരുന്ന വ്യത്യാസങ്ങൾ അതൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ സാരിക്ക് അങ്ങനെ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, നല്ല അത്യാവശ്യം വെയിറ്റ്ലെസ് ആണ്. പിന്നെ ഞാൻ മിക്കവാറും 1 ലെയർ ഇടുന്ന ആളാണ്. 1 ലെയർ ഇട്ടിട്ട് പോലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാരിയാണത്. ഈ സാരി നമ്മൾ ചെന്നൈയിലുള്ളൊരു ഓൺലൈൻ ഇതിൽ പ്രകാരം നമ്മളിത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതായിരുന്നു. സുജാ സിൽക്സ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിലുള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടുന്ന് നമുക്കിതും വരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതിന് 400 എത്രയാണ്ട് രൂപയായിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മേടിച്ച സാരിയാണ്. ഇന്ന് വരെ ഇതിൻ്റെ ബ്ലൗസും തയ്ച്ചിട്ടില്ല, ഞാൻ ഉടുത്തിട്ടുമില്ല. പിന്നെ ഇത് ചേച്ചിയുടെ യൂണിഫോം സാരിയാണിത്. ഇത് ഞാൻ ബ്ലൗസൊക്കെ സ്ലീവ്ലെസ് ആയിട്ട് തയ്ച്ചിട്ട് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, പിന്നെ ഇട്ടിട്ടില്ല.
പിന്നെ ഇതാണ് ഞാൻ നേരത്തെ ഓർണമെന്റ്സ് കാണിച്ചപ്പോൾ ഒരു റോസ് കളർ ഇങ്ങനെ കല്ലിന്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലുള്ള സാരി. ഇത് ഞാൻ നമ്മൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷന് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ സാരി എടുക്കാം. ആ സെലിബ്രേഷന് തൊട്ട് മുന്നായിട്ട് ഒരാഴ്ച ഞാൻ ഇവിടെ നാട്ടിൽ വന്ന് ജയലക്ഷ്മിന്ന് മേടിച്ച സാരിയാണ് ഇട്ടത്. ഈ സാരിക്ക് എത്ര രൂപയായിട്ടുണ്ടാവുമെന്നായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യുന്നത്? ഈ സാരിക്ക് 1200-300 അത്ര രൂപയായിട്ടുള്ളൂ ഈ സാരിക്ക്. പക്ഷെ ഇത് ആ ഒരു ക്രിസ്മസിന് നൈറ്റ് ഫംഗ്ഷൻ ആയിരുന്നു, പറയാൻ പറ്റില്ല അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. അതിലെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു കൂടുതൽ അമേരിക്കൻസ്, ഡച്ച് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇല്ല. അപ്പൊ അവരൊക്കെ മെയിനായിട്ട് ഫ്രോക്ക് ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് സാരി എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ നമ്മുടെ മലയാളികളെക്കാൾ കൂടുതൽ ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഹിന്ദി സീരിയൽസും ഹിന്ദി മൂവീസൊക്കെ കാണുന്ന ആൾക്കാരാണ്. സ്ഥിരമായിട്ട് കാണുന്നതല്ല, എന്നാലും അവർക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ പരിചയമുള്ളത് ഹിന്ദി ആണ്. അപ്പൊ അതിൽ അവർക്കറിയാം. അപ്പൊ എൻ്റെ അടുത്ത് അവർ ഇതിനെന്തെന്നാ പറയാ, അപ്പൊ ഇതിന് സാരി. അപ്പൊ അവര് ഇങ്ങനെ ഒരു ഡ്രസ്സ് കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ നെറ്റാണ്. അപ്പൊ ഇതിന്റെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ പല്ലു ഭാഗത്ത് ഇങ്ങനെ ഒരു ബോർഡറിലാണ് ഇതിന്റെ വർക്ക് ഇങ്ങനെ പോണേ. രാത്രി എടുക്കുമ്പോൾ നല്ല തിളക്കമാണല്ലോ. പിന്നെ ഇതിന്റെ കളർ ആണെങ്കിലും നല്ലൊരു കളറാണ്. ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സെയിം കളർ സാറ്റന്റെ തന്നെ നമ്മൾ അണ്ടർ സ്കേർട്ട് ഇടണം. ബ്ലൗസ് പീസ് പിന്നെ ഇതിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇട്ടില്ല എങ്കിൽ ഇത് മഹാബോറായിരിക്കും. അണ്ടർ സ്കേർട്ട് നല്ല കൃത്യമായിട്ട് ഈ സെയിം കളർ തന്നെ സാറ്റിൻ്റെ കൂടെ തയ്ച്ചിട്ടാൽ നെറ്റിന്റെ സാരികൾക്ക് അടിപൊളിയാണ്. ഇതൊക്കെ അന്ന് ഒരു ദിവസം തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, പിന്നെ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് ചുമ്മാ മീറ്ററിന് 30-40 രൂപ ഉണ്ടായിട്ടുള്ള തുണിയാണ് കേട്ടോ. അതിൻ്റെ അരികത്ത് ഇങ്ങനെ ഒരു പട്ട വെച്ച് പിടിപ്പിച്ചത് ഏതോ ഒരു കാലത്ത് ചെയ്ത ഒരു കാര്യമാണ്. ഇത് മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഓപ്ഷൻസിന്ന് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അന്ന് നമ്മൾ ഓപ്ഷൻസിന്ന് 3 സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ആ സാരി, പിന്നെ ഒന്ന് ഇത്, പിന്നെ ഈ സാരി. ഇങ്ങനെ ഓയിൽ സാരി പോലത്തെ സാരികൾ അങ്ങനെ. പിന്നെ ഇത് നമ്മളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ഇതും ഓപ്ഷൻസിന്ന് മേടിച്ചത് തന്നെയാണ് കേട്ടോ. 4 സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാണ് ഈ സാരി. അപ്പൊ ഇത് കാണിച്ചില്ലേ, അപ്പോൾ എൻ്റെ സാരി ഷെൽഫ് കാലിയായി. അപ്പം ഇതൊക്കെയാണ് സാരിയുടെ വിശേഷം. ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്നറിയോ? ഇതെല്ലാതും കയറ്റി ഇതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം എന്നാലും നമ്മുടെ കബോർഡ് കാണിച്ചു തന്നില്ലേ, ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കബോർഡിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ കബോർഡിൽ അങ്ങനെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും നിങ്ങൾക്കിതിങ്ങനെ ഓരോ സാരിയുടെ കഥ പറഞ്ഞു തരുമ്പോൾ അതൊരു സന്തോഷം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.